ഹലോ എവരി വൺ. നീറ്റ് എക്സാമിൽ ബയോളജി കഴിഞ്ഞാൽ ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. ഫിസിക്സിനേക്കാൾ കൂടുതൽ ജനറൽ ട്രെൻഡൊക്കെ നോക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ 10th നിന്ന് 11th മൂവ് ചെയ്യുമ്പോൾ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് ചെയ്യുന്ന സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. അതുപോലെ തന്നെ 11th നിന്ന് 12th എത്തുന്ന സ്റ്റുഡൻസും എപ്പോഴും പറയുന്ന ഒരു കംപ്ലയിൻറ്റ്, സാർ എനിക്ക് കെമിസ്ട്രി ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് എല്ലാവരും പറയുന്നുണ്ട്. അതെന്താണ് കെമിസ്ട്രി ഇത്ര ടഫ്? ശരിക്കും പറഞ്ഞാൽ ഒരു ജനറൽ അനാലിസിസ് ഞാൻ തരാം. ഫിസിക്സ് ആയിക്കോട്ടെ ബയോളജി ആയിക്കോട്ടെ, ടോപ്പിക്സ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. ഫിസിക്സിൽ 11th നമ്മൾ മെക്കാനിക്സ് പഠിക്കുന്നു, 12th നമ്മൾ മാഗ്നറ്റിസം പഠിക്കുന്നു. ഒപ്റ്റിക്സ് ഒരു ഇൻഡിപെൻഡൻറ്റ് ടോപ്പിക്, അതായത് റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ ബയോളജിയിലും ടോപ്പിക്സ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു ടോപ്പിക്കിൽ നിന്ന് മറ്റൊരു ടോപ്പിക്കിലേക്ക് കണക്ഷൻസ് വളരെ കുറവാണ്. പക്ഷേ കെമിസ്ട്രിയിൽ അങ്ങനെയല്ല. കെമിസ്ട്രിയിൽ ടോപ്പിക്കുകളെല്ലാം ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. നമ്മുടെ ഫൗണ്ടേഷൻ ചാപ്റ്റേഴ്സ് ക്ലിയർ അല്ലെങ്കിൽ കെമിസ്ട്രിയിലേക്കുള്ള ഫർദർ സ്റ്റഡീസ് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് 12th എത്തുമ്പോൾ സ്റ്റുഡൻസ് ഒക്കെ പറയും, സർ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, 11th എന്തൊക്കെയോ കാര്യങ്ങൾ മിസ്സിംഗ് ആണ്, അതുകൊണ്ട് 12th മനസ്സിലാവുന്നില്ല. അതേ കാരണം തന്നെയാണ് 10th നിന്ന് 11th മൂവ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നത്. കോൺസെപ്റ്റിലും കാൽക്കുലേഷൻസിലും ഒക്കെ ഭയങ്കര ഒരു ഹ്യൂജ് അപ്ഗ്രേഡ് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സ്റ്റുഡൻസ് പലപ്പോഴും ചാപ്റ്റേഴ്സ് തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാവാണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കെമിസ്ട്രി ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് കെമിസ്ട്രി മുഴുവനായിട്ട് മാസ്റ്റർ ചെയ്യാം എന്നൊരു കാര്യമാണ്. അതായത് ഫൗണ്ടേഷൻ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്. ഫൗണ്ടേഷൻ ചാപ്റ്റേഴ്സ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏത് ചാപ്റ്ററിലേക്കും നിങ്ങൾക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫിസിക്കൽ കെമിസ്ട്രിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫിസിക്കലും ഓർഗാനിക്കും ഇനോർഗാനിക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പറയാം. ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഒന്നാമത് മോൾ കോൺസെപ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലും ഒഴിച്ചുകൂടാനാവാത്ത ചാപ്റ്ററാണ് മോൾ കോൺസെപ്റ്റ്. അതിനുശേഷം കുറച്ച് കെമിക്കൽ ബോണ്ടിങ്, അതിനോടൊപ്പം തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം, ഫൈനലി റിഡോക്സ് റിയാക്ഷൻസ്. ഈ 4 ചാപ്റ്റേഴ്സാണ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. നമുക്ക് ഇനോർഗാനിക് കെമിസ്ട്രിയിലും കൂടെ നോക്കാം. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ്, ഒന്ന് പീരിയോഡിക് ടേബിൾ, രണ്ടാമത് കെമിക്കൽ ബോണ്ടിങ്. ഈ 2 ചാപ്റ്റേഴ്സും ഉണ്ടെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രിയിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫൈനലി ഓർഗാനിക് കെമിസ്ട്രി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 11th 2 ചാപ്റ്റേഴ്സ്, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി, ഹൈഡ്രോ കാർബൺ, ഈ 2 ചാപ്റ്റേഴ്സും ക്ലിയർ ആണെങ്കിൽ 12th കംപ്ലീറ്റ് ഓർഗാനിക്, അതായത് നമ്മുടെ മൊത്തം സിലബസിൻ്റെ 1/3 ഓർഗാനിക് ആണ്. 12th ഹാഫ് പോർഷനും ഓർഗാനിക് ആണ്. ഈ ഫുൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കണമെങ്കിൽ നമ്മുടെ 11th സ്റ്റാൻഡേർഡിലുള്ള ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയും ഹൈഡ്രോ കാർബൺസും പക്കായിട്ട് ക്ലിയർ ആയിരിക്കണം. ഇതാണൊരു ജനറൽ ഔട്ട്ലൈൻ. നമ്മൾ ഈ പറഞ്ഞ ഫൗണ്ടേഷൻ ചാപ്റ്റേഴ്സിൽ തന്നെ പീരിയോഡിക് ടേബിളും കെമിക്കൽ ബോണ്ടിങ്ങും ഒക്കെ ഫിസിക്കൽ കെമിസ്ട്രിക്കും ഇനോർഗാനിക് കെമിസ്ട്രിക്കും നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ചാപ്റ്റേഴ്സായിട്ട് വരുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഈ പറഞ്ഞ ഫൗണ്ടേഷൻ ചാപ്റ്റേഴ്സ് ക്ലിയർ ആണെങ്കിൽ നിങ്ങളുടെ കെമിസ്ട്രി പഠനം കുറച്ചും കൂടെ സ്മൂത്ത് ആവും. നിങ്ങൾ 11th നിന്ന് 12th കയറുന്നതിന് മുന്നേയും, അല്ലെങ്കിൽ 11th ബാക്കിയുള്ള അഡ്വാൻസ് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിന് മുന്നേയും ഈ ഫൗണ്ടേഷൻ ചാപ്റ്റേഴ്സ് ക്ലിയർ ആണെന്നും സ്ട്രോങ് ആണെന്നും നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ വേറൊരു ടിപ്പായിട്ട് അടുത്ത വീഡിയോ കാണാം.